ബംഗാളിലെ പുതിയ ബി.ജെ.പി. സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കെതിരെയും കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് തുടക്കമിട്ട് തൃണമൂൽ കോൺഗ്രസ്. കേന്ദ്രഭരണത്തിൽ നിന്ന് ബി.ജെ.പി. ഉടൻ പുറത്താകുമെന്നാണ് മമതാ ബാനർജി പ്രഖ്യാപിക്കുന്നത്. കൊൽക്കത്തയിലെയും ഹൗറയിലെയും അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയും ഗുണ്ടാ സംഘങ്ങൾക്കെതിരെയും പുതിയ ബി.ജെ.പി. സർക്കാർ ശക്തമായ ബുൾഡോസർ നടപടികൾ ആരംഭിച്ചതോടെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയവുമായി മമതയും അനന്തരവൻ അഭിഷേക് ബാനർജിയും രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലം എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്നും വരും ദിവസങ്ങളിൽ ബി.ജെ.പിക്ക് കേന്ദ്രത്തിൽ ഭരണം നഷ്ടപ്പെടുമെന്നാണ് മമത ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതും ഗുണ്ടാസംഘങ്ങളെ ഒതുക്കുന്നതും ന്യൂനപക്ഷങ്ങൾക്കും വഴിയോര കച്ചവടക്കാർക്കും എതിരെയുള്ള ആക്രമണം എന്ന് ചിത്രീകരിച്ച് സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണമുണ്ടാക്കാനാണ് തൃണമൂൽ കോൺഗ്രസും മമതയും ശ്രമിക്കുന്നത്. ബംഗാളിൽ ബുൾഡോസർ സംസ്കാരം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമങ്ങളും പ്രതിഷേധ പരിപാടികളുമാണ് മമതയുടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. സർക്കാർ ബംഗാളിൽ കൊണ്ടുവരുന്ന വികസന നയങ്ങളെ എതിർക്കാനായി മമത കോടതിയെ പോലും രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൽക്കട്ട ഹൈക്കോടതിയിൽ അഭിഭാഷകയുടെ വേഷമണിഞ്ഞെത്തിയ മമത കുറ്റവാളികൾക്ക് അനുകൂലമായി വാദിക്കുകയും ഭരണകൂടത്തിന്റെ വികസന നയങ്ങളെ ഭയത്തിന്റെ ഭരണം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു.